ഒരു വെൽ ഓർഗനൈസ്ഡ് വീഡിയോ ആയിട്ട് ഫീൽ ചെയ്യുമെങ്കിലും കഥ അതല്ല കേട്ടോ. രാവിലെ ടാങ്കിൽ വെള്ളത്തിനൊരു സ്മെല്ല് ഫീൽ ചെയ്തപ്പോൾ ചുമ്മാ പോയിട്ട് കിണറ്റിലൊരു മന്ദം തവള ഉണ്ടായിരുന്നത് അവിടെ തന്നെ ഉണ്ടോ എന്നറിയാൻ നോക്കിയതാണ്. അപ്പോഴാണ് അത് സമാധിയായ വിവരം അറിഞ്ഞത്. ഞാനല്ലാതെ പിന്നെ ആരെന്ന് പറഞ്ഞാൽ അപ്പുമാമൻ കറക്റ്റായിട്ട് വീട്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഈ വീട്ടിലെ മൊത്തത്തിലുള്ള പണി ഏൽപ്പിച്ചേക്കുന്നത് ഈ ചേട്ടനാണ് ഗൈസ്. പെങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചാൽ ഒഴുകി വെച്ച ജീവിതമാണ് ഗൈസ്. ഞായറാഴ്ച ഒഴിവ് ദിവസം നോക്കിയിട്ട് പെങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ബിരിയാണി ഉണ്ടാക്കിക്കാം എന്നുള്ളൊരു പണിയും കൊണ്ട് എനിക്ക് വേണ്ടി വന്നതാണ്. പക്ഷെ വന്നപ്പോൾ ആങ്ങളൊക്കെ ഉണ്ടോ പണി കിട്ടിയത്. പക്ഷേ അങ്ങനെ ഫുഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വെള്ളം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഫുഡ് കുക്കിങ്ങിനായിട്ടൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതൊരാശ്വാസം. കിണറ്റിൽ ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞതാണ്. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു എങ്കിലും അപ്പുമാമൻ തന്നെ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ആളങ്ങനെ പറഞ്ഞെങ്കിലും ആൾക്ക് ഇറങ്ങാൻ നേരത്തുള്ളൊരു ഭയമാണത്. മോട്ടറിൻ്റെ സ്വിച്ച് ഓൺ ആക്കാനും ഓഫ് ആക്കാനും കൃത്യനിർവഹണത്തിന് ഏൽപ്പിച്ചേക്കുന്നത് അമ്മേനെയാണ് കേട്ടോ. അമ്മയ്ക്കാണെങ്കിൽ അപ്പോൾ പണിക്കിറങ്ങിയ ദേഷ്യമായതുകൊണ്ട് പറയുമ്പോൾ കേൾക്കാൻ വേണ്ടി മോട്ടറിൻ്റെ സ്വിച്ചിൻ്റെ അടുത്ത് തന്നെ വന്ന് നിൽക്കുമായിരുന്നു പാവം. പക്ഷെ എന്താ പറയുക, കാര്യം അങ്ങനെയൊക്കെ കളിയും ചിരിയായിട്ട് നിന്നെങ്കിലും ഇങ്ങനെ ഇറങ്ങി പോണ കണ്ടപ്പോൾ ഒന്ന് ചങ്ക് പിടച്ചിട്ടോ. അവിടെ നമ്മുടെ കിണറിൻ്റെ അടിയിലേക്ക് ഒരു ഇച്ചിരി ഇടിച്ചിലിൻ്റെ പ്രശ്നമുണ്ട്. ചെളിമണ്ണാണ് അടിയിൽ. അപ്പോൾ പിന്നെ നമുക്ക് ടെൻഷനായി. പക്ഷേ എന്താ പറയുക, ഇതിനിടയിൽ തവളേനെ പുറത്തെത്തിച്ചൊരു വീഡിയോ ഞാൻ എടുത്തെങ്കിലും അതെവിടെ എന്ന് ഗാലറിയിൽ കാണുന്നില്ല. ഇനി ഞാനത് റെക്കോർഡാക്കിയില്ലായിരുന്നു എന്നാണ് ഇപ്പം എൻ്റെ സംശയം. അപ്പോൾ നമ്മൾ 2-3 റൗണ്ട് വെള്ളം വറ്റിച്ചിട്ടൊക്കെയാണ് കേട്ടോ. പിന്നെ അല്ലെങ്കിൽ കുടിക്കാനൊരു തൃപ്തി ഉണ്ടാവില്ലല്ലോ. എന്താ പറയുക, മഴക്കാലത്ത് ഇതുപോലെ നല്ല ഉറവയുള്ള സമയത്ത് ഇങ്ങനെ പണി കിട്ടുന്ന ആരെങ്കിലും ഉണ്ടോ? തിരിച്ച് കയറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആയിരുന്നു കേട്ടോ. ആദ്യം നമ്മൾ ഏടിയൊക്കെ വെച്ച് കൊടുക്കാനൊക്കെ നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇറങ്ങിയിരുന്നെങ്കിൽ പെട്ടേനെ എന്നുള്ളത്. പക്ഷേ എന്താ പറയുക, ഞാനല്ലാതെ പിന്നെ ആര്. വെള്ളം നമ്മൾക്ക് പുറത്തേക്ക് ഒഴിച്ച സ്ഥലത്ത് കുറച്ച് ഇതേപോലെ പണി കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ലെവലാക്കുന്നതാണ്. അന്നേരത്തേന് അമ്മ കുറച്ച് വെള്ളമൊക്കെ തെളിഞ്ഞ് വന്ന സമയത്ത് നമ്മൾ ഉച്ചയ്ക്ക് പുറത്തേക്ക് കഴിച്ചു. അന്നേരത്തേന് ഇവർ ഫുഡ് ഉണ്ടാക്കാൻ വാങ്ങിക്കൊടുന്ന സാധനങ്ങൾ നമ്മൾ ഓരോന്നായിട്ട് പിന്നെ പ്രിപ്പയർ ചെയ്തിട്ടാണ് വൈകുന്നേരം കഴിച്ചത്. താങ്ക്